വിശുദ്ധ മത്തായി സുവിശേഷം 8-ാം അധ്യായം 28 മുതൽ 34 വരെയുള്ള വചനങ്ങൾ ഈശോ പിശാചുബാധയെ സുഖപ്പെടുന്നതാണ്. അതേ വചനം മനസ്സിലാക്കുകയാണ്, ഈശോയ്ക്ക് പിശാചുക്കളുടെ മേൽ അധികാരമുണ്ട്. അവരെ പുറത്താക്കാൻ ഈശോയ്ക്ക് കഴിയും. ഈശോ സത്യമായ ദൈവപുത്രനാണ്. പിശാചുകൾക്ക് പോലും ഈശോ സത്യമായ ദൈവപുത്രനാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞതിനാലാണ് അവർ, ദൈവപുത്ര, നീ എന്തിന് ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നു? സമയത്തിന് മുമ്പ് ഞങ്ങളെ പീഡിപ്പിക്കാൻ നീ ഇവിടെ വന്നിരിക്കുകയാണ് എന്നവർ ചോദിക്കുന്നത്. അതുപോലെ സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ ഈശോ പിശാചുക്കളെ നശിപ്പിക്കുമെന്നുകൂടി ഈ വചനം നമുക്ക് മനസ്സിലാക്കുകയാണ്. അതുപോലെ തന്നെ വചനം മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, പിശാച് എന്ന സത്യമാണ്. പിശാചിന് മനുഷ്യനെ പ്രവർത്തിക്കാൻ കഴിയും, മനുഷ്യനെ തിന്മയിലേക്കും നാശത്തിലേക്കും നയിക്കാൻ കഴിയും. പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ജീവിതങ്ങളിൽ അല്ലെങ്കിൽ ഭവനങ്ങളിൽ ദൈവവിശ്വാസം, കുദാശ ജീവിതം, പ്രാർത്ഥന, ഭക്തി, അതുപോലെ വിശ്വാസം ഉപയോഗിക്കുക എന്നിവയെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമുക്കുണ്ടാകാൻ സാധ്യത സംശയമാണ്, വിശ്വാസമില്ലാത്തടത്ത്, വിശ്വാസികൾ പ്രാർത്ഥനയില്ലാത്തടത്ത് അല്ലെങ്കിൽ ഇല്ലാത്തവരിൽ എല്ലാം പിശാച് പ്രവർത്തിക്കുന്നത് ഉണ്ടോ എന്ന്. എന്നാൽ വിശ്വാസമില്ലാത്ത എല്ലാവരിലും പിശാച് പ്രവർത്തിക്കുന്നുണ്ട് എന്നല്ല ഇതിനർത്ഥം. എന്നാൽ ദൈവം വസിക്കുന്നിടത്ത് പിശാചിന് പ്രവർത്തിക്കാൻ കഴിയില്ല. പ്രകാശമുള്ളിടത്ത് അന്ധകാരത്തിന് സ്ഥാനമില്ല. നമ്മളെ ഒരു തെറ്റായ പ്രേരണയോ അല്ലെങ്കിൽ പ്രലോഭനമോ ഉണ്ടാകുമ്പോൾ പോലും നാം ദൈവവചനം ശ്രവിക്കുകയോ ദൈവവചന ഗീതങ്ങൾ കേൾക്കുകയോ പോലും ചെയ്താൽ പോലും നമ്മളെ തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന തിന്മയുടെ അരൂപി നമ്മെ നകന്നു പോകും. അതുപോലെ തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു വ്യക്തി, തിന്മ സംസാരിക്കുന്ന ഒരു വ്യക്തി നമ്മെ സമീപിച്ചാൽ പോലും നാം അവരോട് വചനം സംസാരിച്ചാൽ അവർ നമ്മെ നകന്നു പോകും. തിന്മയുടെ അരൂപി അവിടെ നിന്ന് അകന്നു പോകുന്നതായിട്ട് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. അപ്പോൾ ഇതിനർത്ഥം ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് തെറ്റുപറ്റുകയില്ല എന്നല്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് തെറ്റുപറ്റിയാലും വീണു പോയാലും അവർ അനുദപിച്ച് തെറ്റുതിരുത്തും. തിന്മയിലേക്ക് വീണു പോകാതിരിക്കാൻ പരിശ്രമിക്കുകയും അതിൽ കൃപയ്ക്കാൻ ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്യും. ദൈവത്തെ വിശ്വസിക്കുകയും എന്നിട്ട് നാം തിന്മ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ വിശ്വാസം ശരിക്കും സത്യമല്ല. നാം വചനം അനുസരിക്കുന്നവരുമല്ല. നാം നല്ല നിലത്ത് വീണ വ്യക്തികളോ അല്ലെങ്കിൽ പാറമേൽ ഭവനം പണിയുന്ന വിവേകതയോ മനുഷ്യരുമല്ല. ദൈവത്തെ വിശ്വസിക്കുകയും ദൈവവചനം അനുസരിക്കാൻ പരിശ്രമിക്കുകയും അതിനുള്ള കൃപയ്ക്കാൻ നാം ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്യുന്നവരാണെങ്കിലാണ് നാം പ്രകാശത്തിൻ്റെ മക്കളായി തീരുക. അപ്പോൾ അങ്ങനെയുള്ള പ്രകാശത്തിൻ്റെ മക്കളായി തീരുമ്പോൾ അന്ധകാരത്തിനോ അന്ധകാര ശക്തികൾക്കോ ഈ സ്പിരിറ്റിനോ പിശാചിനോ നമ്മുടെ മേൽ ഒരു സ്ഥാനമോ അധികാരമോ ഉണ്ടാവില്ല. നാം വീണു പോയാലും ദൈവം നമ്മെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കും. ദൈവത്തിനെ ഈശോ വിശ്വസിച്ച് പിശാചിനോ പിശാചിൻ്റെ ശക്തികൾക്കോ നമ്മൾ ഒരു അധികാരമോ അവകാശമോ ഇല്ലാത്തവരെ മാറാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സുവിശേഷ പഠനം കുട്ടികൾക്കും മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ദൈവം എല്ലാവരെയും സമത്വമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.